ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. 121 സങ്കീർത്തനം 1ഉം 2ഉം തിരുലിഖിതങ്ങൾ. ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ വേദനയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നവനായ കർത്താവ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു അനുഭവം ശ്രദ്ധിച്ച് നാം ഒരു പ്രാർത്ഥന ചെയ്താണ് വിഷയത്തിലേക്ക് കയറുന്നത്. എൻ്റെ പേര് ക്രിസ്തുദാസ്. ഞാൻ പൂഴിക്കുന്ന് മലങ്കര കത്തോലിക്ക ഇടവകയിലെ ഉപദേശിയാണ്. എനിക്ക് 2012 ഫെബ്രുവരി 12 ഒരു ഞായറാഴ്ച ഞാനൊരു പുളിമരത്തിൽ പുളി അടക്കുവാൻ കയറിയപ്പോൾ പുളിയിൽ നിന്ന് ഒരു 50 അടി ഉയരത്തിൽ നിന്ന് ഞാൻ വീണ് എൻ്റെ നട്ടലിൽ 2 പൊട്ടൽ സംഭവിച്ചു. അങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി MRI സ്കാനെല്ലാം എടുത്ത് എനിക്ക് നട്ടൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ തീരുമാനിച്ചു. 7-ാം ദിവസം എനിക്ക് എന്നെ ബെൽറ്റിട്ട് വീട്ടിലേക്ക് അയച്ചു. ഓപ്പറേഷൻ പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ വിട്ടു. ഞാൻ വളരെയധികം ഭാരപ്പെട്ട് വീട്ടിൽ കഴിയുമ്പോൾ എന്നെ സന്ദർശിച്ച അനേക പേർ ഇവിടെ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്റേഴ്സ്, വട്ടായിലച്ചൻ്റെ ശുശ്രൂഷ എല്ലാ ആഴ്ചയിലും TV പ്രോഗ്രാമിലൂടെ വരുന്നുണ്ട്. ആ പ്രോഗ്രാം കാണണം, അത് കണ്ട് ധ്യാനിക്കണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ എഴുതി ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ 2 വർഷം വീട്ടിൽ പറഞ്ഞാണ് ഡോക്ടർ വിട്ടയച്ചത്. എനിക്ക് നെടുകെ മലർന്ന് മാത്രമേ കിടക്കാവൂ. ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിയുവാനോ നിവർന്നിരിക്കുവാനോ അനുവാദമില്ലായിരുന്നു, ഒരേ കിടപ്പ്. അങ്ങനെ കിടക്കുമ്പോൾ ഒട്ടായിലച്ഛൻ പറഞ്ഞു, ഇങ്ങനെ മരത്തിൽ നിന്ന് വീണ നട്ടലിന് ക്ഷതം സംഭവിച്ച ഒരു വ്യക്തി ഈ പ്രോഗ്രാം കാണുന്നുണ്ട്, ധൈര്യമായി എണീക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അച്ഛൻ 3-ാം പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഞാൻ കിടന്ന ജനലിൻ്റെ കമ്പിയിൽ പിടിച്ച് ഒരു തലയണ എടുത്ത് കുറുക്കിനടിയിൽ ചാരി വെച്ച് ഞാൻ ഇരുന്നു. എൻ്റെ വീട്ടുകാരെല്ലാം വന്ന് പറഞ്ഞു, നട്ടല് തകർന്നു പോയി, ഇനി പോയത് തന്നെ, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു. പക്ഷേ സിസ്റ്റേഴ്സിനെയൊക്കെ അറിയിച്ചു. അവരെല്ലാം വന്ന് എന്നെ വഴക്ക് പറഞ്ഞു. എനിക്ക് സാന്ത്വനം നൽകുവാൻ പൊറ്റയിൽ ഒരു ഉപദേശിയുണ്ട്, ഉപദേശി വന്ന് എന്നെ വഴക്ക് പറഞ്ഞു. അടുത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ ചാടി എണീറ്റു, ഇങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ട് ഇങ്ങനെ ചാടി എണീറ്റ് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 പേര് പിടിച്ച് എണീറ്റിരുത്താൻ പറഞ്ഞു. അങ്ങനെ അന്ന് എന്നെ എണീറ്റിരുത്തി. പിറ്റേ ആഴ്ച പോയപ്പോൾ എന്നെ പിടിച്ച് നിർത്തി. ഞാൻ 45-ൻ്റെ അന്ന് അച്ഛൻ്റെ ശുശ്രൂഷ കണ്ടപ്പോൾ എനിക്ക് ദൈവം പൂർണ്ണ സൗഖ്യം തന്നു. ഞാൻ കുത്തവേല ആണ് എൻ്റെ ജോലി, ഉപദേശി പണി പോയിട്ട് കുത്തവേല. അപ്പോൾ ഭാരമേറിയ കല്ലെല്ലാം തൂക്കിയെടുക്കുന്ന പണി എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ ഞാൻ ജോലി ചെയ്യുന്നു. അതേപോലെ ജോലി ചെയ്യണം. 50 അടി ഉയരത്തിൽ നിന്നാണ് പുളിമരത്തിൽ നിന്ന് താഴ്ത്തിക്ക് വീണ് നട്ടല് തകർന്നു പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, TV-യിൽ കൂടെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നട്ടല് തകർന്ന് കിടക്കുന്നവർ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് ആ TV കൂടെ ഒരു പ്രേരണ, ഒരു പ്രചോദനം, ഒരു പ്രഘോഷണം കേട്ട് ആ സമയത്ത് എഴുന്നേറ്റിരുന്നു. പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പം ഡോക്ടർ ഒന്ന് എഴുന്നേപ്പിച്ച് നിർത്തി. പിന്നെ 45-ന് അന്ന് നടന്ന് ഇങ്ങനത്തെ ശുശ്രൂഷകൾ, ഇങ്ങനത്തെ ഒരു ആരോഗ്യത്തിലേക്ക് നീങ്ങാൻ തക്കുന്ന എൻ്റെ അവസ്ഥ കണ്ട അനേകം വൈദികര് ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അല്ലെങ്കിൽ അന്നത്തെ ആ സ്ഥിതിയും ഇന്നത്തെ സ്ഥിതിയും കണ്ടറിയുന്ന ആളുകളുടെ സമക്ഷങ്ങളാണ് അദ്ദേഹത്തെ കർത്താവിന്റെ നാമമഹത്വത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. കർത്താവിനോട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ ഒരു യേശുവിന്റെ ഇടപെടൽ കർത്താവ് ഉറപ്പ് തരുന്ന ഒരു സമയമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. നന്ദി ഞാൻ എങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കായി, വാക്കുകൾ പോരനാഥാ ചൊല്ലാൻ ശക്തിയുമില്ല എനിക്ക്. നന്ദി ഞാൻ എങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കായി,
വാക്കുകൾ പോരനാഥാ ചൊല്ലാൻ ശക്തിയുമില്ല എനിക്ക്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി. എല്ലാറ്റിനും ചൊല്ലുന്നു ഞാൻ നന്ദി നന്ദി ദൈവമേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഉടനെ തന്നെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം തന്നെ അനേക കോൺവെന്റുകളിൽ ഇരുന്ന് ആയിരക്കണക്കിന് സമർപ്പിതർ സിസ്റ്റേഴ്സ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക രാജ്യങ്ങളിലിരുന്ന് ഒരുപാട് വൈദികർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇപ്പോൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനേക ശുശ്രൂഷ കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും അനേകം പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് ഇപ്പോൾ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ സമയം നീ നിന്റെ ഹൃദയം ഒന്ന് തുറക്കുക. ഈ സമയം നിന്റെ വേദനകൾ ദൈവസന്നിധിയിൽ നിന്ന് പറയുക. ഈ സമയം ആ ഹൃദയത്തിൽ അടങ്ങിക്കിടങ്ങുന്ന അടുക്കി വെച്ചിരിക്കുന്ന ആ ദുഃഖത്തിന്റെ കെട്ടുകളെല്ലാം ഭാരങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ ഇന്ന് നിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്ന സമയമാണിത്. ഇങ്ങനെ പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ചേർന്ന് മനസ്സ് തുറന്ന് വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, എഴുന്നള്ളി വരണമേ, എന്റെ കുടുംബത്തിലേക്ക് നിറയണമേ. യേശുവേ, എന്നെയും എന്റെ കുടുംബത്തെയും നാളുകളായി ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശിഥിലീകരണ ശക്തികളെയും ഇപ്പോൾ ആട്ടിപ്പായിക്കണമേ. കർത്താവായ യേശുവേ, പ്രാർത്ഥിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും ദൈവാനുഭവത്തിൽ വളരാനും തടസ്സമുണ്ടാക്കുന്ന അന്ധകാര പീഡകളെ, അവിശ്വാസ പീഡകളെ അവിടുന്ന് ഇപ്പോൾ ശാസിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഈ സമയത്ത് രോഗാവസ്ഥയുള്ളവര് അവർ രോഗങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊണ്ടുപോയി സ്തുതിക്കണം. കുട്ടികൾ മടി വിചാരിക്കരുത്. കുടുംബത്തോടൊന്നിച്ച് കുടുംബനാഥന്മാർ എല്ലാവരും ചേർന്ന് ഒരു വലിയൊരു പ്രാർത്ഥനാ അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തിയെ ഈ ദൈവമക്കളിലേക്ക് ഇപ്പോൾ വർഷിക്കണമേ. കർത്താവേ, ഓരോ കുടുംബങ്ങളിലേക്ക് ദിവ്യമായ ചൈതന്യം നിറയ്ക്കണമേ. ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ, ബലഹീനർ ബലം പ്രാപിക്കട്ടെ, മുടന്നുള്ള പാദങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, സന്ധിബന്ധങ്ങൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ, നിർജീവമായ കോശങ്ങൾ യേശുനാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുമാറാത്ത രോഗങ്ങളും വ്യാധികളും പകർച്ചവ്യാധികളും യേശുനാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓ ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന വിദ്യാർത്ഥിനികളെ പ്രത്യേകം അനുഗ്രഹിക്കുന്ന കർത്താവേ. പഠിച്ചിട്ട് എത്ര ശ്രമിച്ചിട്ട് മനസ്സിലാകാത്ത കുട്ടികൾ, പഠിക്കാൻ ഒരു താല്പര്യമില്ലാതെ മനസ്സടഞ്ഞു പോയ കുട്ടികൾ, ബുദ്ധി കെട്ടുപോയവര്, പല വിധത്തിൽ ദുഷ്ടാരിയുടെ പീഡയുള്ളവര്, ഓരോ രോഗങ്ങളാൽ വലയുന്നവര്, ഓരോ കുട്ടികളെയും ഓരോ യുവാവിനെയും ഓരോ യുവതിയെയും ഓരോ ബാലികാ ബാലന്മാരെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. സൗഖ്യം നൽകണമേ കർത്താവേ. എല്ലാവരും ഒരിക്കൽ കൂടെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കേറുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുട്ടികൾ അഭിഷേകം പ്രാപിക്കട്ടെ, ഈ കുട്ടികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഈ കുട്ടികൾ കൃപ പ്രാപിക്കട്ടെ, ഈ കുട്ടികൾ പീഡകൾ വിട്ടുപോകട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷോപലക്ഷം ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഗ്രഹീത നിമിഷത്തിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത്. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് വേദനയിൽ കർത്താവിനെ തേടുക. സങ്കീർത്തന പുസ്തകത്തിൽ 34 അധ്യായം 4 തിരുലിഖിതം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി, സർവ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു.
വചനം നേറ്റ് പറയാം. ഞാൻ കർത്താവിനെ തേടി, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ ഭയങ്ങളിൽ നിന്ന് സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛന്റെ ജീവിതത്തിൽ നിരവധി കുടുംബങ്ങളിൽ കഠിനമായ തകർച്ച വരുമ്പോൾ അവരെ ദുഷ്ടപിശാച് അലട്ടുന്നതിന്റെ അനുഭവങ്ങൾ ആളുകൾ പറഞ്ഞതിന്റെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അതിലൊരു കുടുംബനാഥയും വന്ന് വളരെ വേദനയോടെ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ആ കുടുംബനാഥൻ പറഞ്ഞ അച്ഛാ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ എത്ര ബുദ്ധിമുട്ട്? അവർ പറഞ്ഞു മകൻ നാളുകളായി രോഗിയാണ്, അവന് തലപൊക്കാൻ പറ്റുന്നില്ല. അവൻ പറയാണ് അവനെ പോലുള്ള ചെറുപ്പക്കാരെല്ലാം ഇപ്പൊ ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നു, ജോലി ചെയ്ത് കുടുംബം നടത്തുന്നു. ഇവൻ ഇങ്ങനെ രോഗിയായി കുടുംബത്തിനൊരു ബാധ്യതയെ നടക്കാം. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല, സ്വന്തം ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ശരീരം മുഴുവൻ വിരൂപമാക്കപ്പെട്ട് അവനങ്ങനെ തകർന്നിരിക്കാൻ. ഒരു പ്രത്യേക അപകടത്തെ തുടർന്ന് അവൻ്റെ ശരീരം അങ്ങനെ ആയിപ്പോയതാണ്. അവൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല, വർഷങ്ങളായി കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ അപ്പനോടും അവൻ്റെ അമ്മയോടും ഇടയ്ക്കിടയ്ക്ക് പറയും, ഒരു കുറച്ച് വിഷം വാങ്ങി തരാവോ, എന്നെ ഒന്ന് തല്ലിക്കൊല്ലാവോ, ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോഴാണ് ഈ അപ്പൻ്റെ അമ്മയുടെ ഹൃദയം തകരുന്നത്. അവർ വന്ന് പറയുകയാണ്, അച്ഛാ എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവൻ എപ്പോഴും ഇങ്ങനെയാണ്, അവന് ചികിത്സിക്കണമെന്നോ അല്ലെങ്കിൽ നാളെ ഒരു നല്ല ജീവിതം ഉണ്ടെന്നോ ഒരു പ്രത്യാശയില്ല. അവർ എനിക്കിനി മരിക്കണം, എന്നെ ഒന്ന് കൊന്നതാ, എനിക്ക് കുറച്ച് വിഷം വാങ്ങിത്താ, ഇങ്ങനെ എപ്പോഴും വായെടുത്ത് എങ്ങനെ പറയുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം വളരെ കണ്ണുനീരിലൂടെ ജീവിതം കടന്നു പോകുമ്പോൾ ആ ജീവിതത്തിൽ ഒരുപാട് അന്ധകാര പീഡകൾ അലട്ടുമെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ക്രിസ്തീയ പൈതൽ എന്ത് ചെയ്യണം? ഇതിന് തതുല്യമായ മറ്റ് മേഖലകളോ നമ്മുടെ ജീവിതത്തിൽ വരാം. ചെറുതും വലുതുമായ പീഡകൾ നമുക്കുണ്ടാകാം. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വൈദികനെ സന്ദർശിച്ചു. അപ്പോൾ ആ അച്ഛൻ ചെറിയ ധ്യാനങ്ങളൊക്കെ നടത്താൻ പോകുന്ന അച്ഛനാണ്. വലിയ ധ്യാനത്തിനാണെങ്കിലും ചെറിയ ധ്യാനങ്ങൾക്ക് പോയി തുടങ്ങുന്ന അച്ഛനാണ്. ആ അച്ഛനെ ഒരു വലിയ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി വിളിച്ച് അപ്പോൾ അച്ഛൻ ഏറ്റെടുത്തു. എന്നാൽ ആ ധ്യാനം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അച്ഛൻ പറയാണ് ഒരു വല്ലാത്ത ടെൻഷൻ, ഒരു വല്ലാത്ത ഭാരം, ഒരു ആകുലത. അച്ഛൻ പറയാണ് ഞാൻ എങ്ങനെ ആ പള്ളി പോകും? അവിടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുള്ള പള്ളിയാണ്, അവിടെ ഒരുപാട് പഠിപ്പുള്ളവരാണ്, അവിടെ ഒരുപാട് വലിയ വലിയ നേതാക്കന്മാരുണ്ട്, MLA-മാരുണ്ട്. ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് അതെല്ലാം അങ്ങനെ പർവ്വതീകരിച്ച് മനസ്സിലാണ് കൊണ്ടുവന്നിട്ട് മനസ്സിലൊരു ഭാരം, ഒരു തടസ്സം, ഒരു നിരുത്സാഹം, ഒരു തടസ്സപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം, അങ്ങനെ ഭാരം മൂടപ്പെട്ട അവസ്ഥ. അച്ഛനപ്പം എന്ത് ചെയ്തു? അങ്ങോട്ട് പ്രാർത്ഥിച്ചു. മാത്രമല്ല അച്ഛൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ, സ്ഥാപനത്തിലുള്ള മറ്റു അംഗങ്ങളോടും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, ആ ധ്യാനത്തിന്റെ തലേദിവസം ആയപ്പോഴേക്കും എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, ഹൃദയത്തിന്റെ ഈ ഭാരം, പേടി, ഭയം, ടെൻഷൻ, മൂടപ്പെട്ട അവസ്ഥ ഇത് കർത്താവ് അങ്ങോട്ട് എടുത്തു മാറ്റി. ഹൃദയം അങ്ങോട്ട് സ്വതന്ത്രമായി, നല്ല ധൈര്യം, നല്ല ശക്തി, നല്ല ഉണർവ്. തലേ ദിവസം അച്ഛൻ ഭയങ്കരമായ ഒരു അഭിഷേകം കൊണ്ട് നിറഞ്ഞ് വേറെ ഭാരമല്ല അങ്ങോട്ട് പോയി. ഇത് അച്ഛൻ പറഞ്ഞ് ആ സമയത്ത് എനിക്ക് കർത്താവ് ഓർമ്മപ്പെടുത്തി തന്നൊരു കാര്യമുണ്ട്. ജീവിതത്തിലെ വലിയ തകർച്ചയിലും ജീവിതത്തിലെ വലിയ പ്രതികൂലത്തിൽ അടുത്തു നിന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം, ബൈബിളിലൊരു ദൈവമുണ്ട്, വേദനയിൽ ശക്തിപ്പെടുത്തുന്ന ദൈവം. പ്രിയപ്പെട്ട സഹോദരൻ, ഇതേപോലൊരു വേദന നിറഞ്ഞ അനുഭവത്തിലൂടെ ഈശോ കടന്നു പോകുന്ന രംഗം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായം 36 മുതൽ 38 വരെ തിരുലിഖിതങ്ങൾ. ഗെത്സമേൻ തോട്ടത്തിലുള്ള പ്രാർത്ഥന. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ സമാപനത്തിലേക്ക് ഈശോ എത്തുകയാണ്. മരണത്തിന്റെ മണിക്കൂറുകളെ മുന്നിൽ കാണാൻ തുടങ്ങി. മരണത്തിന്റെ ആ ചിത്രങ്ങളെല്ലാം ഈശോയുടെ ദിവ്യജ്ഞാനത്തിൽ ഈശോ തെളിഞ്ഞു കാണുകയാണ്. ബൈബിളിൽ 36 മുതൽ വാക്യങ്ങളിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: അനന്തരം യേശു അവരോടൊത്ത് ഗെത്സമനി എന്ന സ്ഥലത്തെത്തി. ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ചാണിത്. വീണ്ടും അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ ഇരുപുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥമാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോട് തുടർന്നിരിക്കുവീൻ. നമുക്ക് യേശുവിന്റെ ജീവിതം ആ മരണത്തിന്റെ മണിക്കൂറുകൾ തൊട്ട് മുമ്പിലെത്തിയപ്പോൾ യേശു ക്രിസ്തു
ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. യേശു തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറയുകയാണ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെ 3 പേരെ അങ്ങോട്ട് കുറച്ചും കൂടെ ദൂരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങളിപ്പോൾ ഉണർന്നിരിക്കണം, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉണർന്നിരിക്കുവിൻ, നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുവിൻ എന്ന് ആ അരുമ ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്. അവൻ പറയാണ്, തീവ്ര ദുഃഖത്താൽ ഇപ്പോൾ എൻ്റെ ആത്മാവ് മരണത്തോളം എത്തിയിരിക്കുന്നു. ആ കഠിന വേദനയിൽ ഈശോ ആ ഗെത്സമൻ തോട്ടത്തിൽ അവിടുന്ന് പിതാവിനെ വിളിച്ച് ആ നിലത്ത്, ആ ഗെത്സമൻ തോട്ടത്തിൽ താണ് വീണ്, നിലം പറ്റ കമിഴ്ന്ന് വീണ് അവൻ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 43-ാമത്തെ തിരുലിഖിതത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, അപ്പോൾ തന്നെ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലം പതിച്ചു. പ്രിയപ്പെട്ട സഹോദരൻ, നോക്ക്, തീവ്രവേദന കൊണ്ട് ഈശോ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് അവൻ തീവ്രമായി പ്രാർത്ഥിച്ചു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ വായിക്കുകയാണ്. വേറെ ഒരു നെഗറ്റീവ് ചിന്തയ്ക്കും അവിടെ പ്രവേശനം കിട്ടാതിരിക്കണമെങ്കിൽ നാം അപ്പോൾ തീവ്രമായി പ്രാർത്ഥിക്കണം. തീവ്രമായി ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വേദനയുടെ നടുവിൽ വേഗം അടുത്തു വന്ന് ശക്തിപ്പെടുന്ന ദൈവമുണ്ട്. യേശുവിനെ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് വരാനിരിക്കുന്ന പാടുപെടുകളുടെ മണിക്കൂറുകൾക്ക് വേണ്ടി ദൈവം ശക്തിപ്പെടുത്തി എന്ന് വിശുദ്ധ നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. വേദനയുടെ നടുവിൽ കർത്താവിനെ തേടുക, വേദനയുടെ നടുവിൽ കർത്താവിനെ തേടുക, വേദനയുടെ നടുവിൽ കർത്താവിനെ തേടുക. അല്ലെങ്കിൽ ആ നിമിഷങ്ങളിൽ പ്രാർത്ഥന തീവ്രമാക്കിയില്ലെങ്കിൽ അനേക അന്ധകാര ചിന്തകൾ നമ്മുടെ ആത്മാവിനെ പീഡിപ്പിക്കും, നമ്മുടെ ചിന്തകളെ വിഷമിപ്പിക്കും, മനസ്സിനെ ദുർബലമാക്കും. വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ ഇതേപോലൊരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 23-ാം അധ്യായത്തിൽ 10ഉം 11ഉം തിരുലിഖിതങ്ങൾ. ഇതാ ഒരു ജനക്കൂട്ടത്തിന്റെ മുഴുവൻ വെറുപ്പും വൈരാഗ്യവും ഇപ്പോൾ പൗലോസ്ലീഹ ഏറ്റുവാങ്ങുകയാണ്. ആ ജനക്കൂട്ടം വൈരാഗ്യത്തോടെ ആക്രോശിച്ചുകൊണ്ട് ഇപ്പോൾ പൗലോസ്ലീഹയെ പിച്ചി ചീന്തണമെന്ന ആ ഒരു ആവേശത്തോടെ കവിരത്തോടെ പാഞ്ഞടുക്കുന്ന ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ പൗലോസ്ലീഹ നിൽക്കുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു. അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു. അത്രയും സങ്കീർണമായ സാഹചര്യം. പൗലോസിനെ കണ്ട് വലിച്ചു കീറുമോ എന്ന് സഹസ്രാധിപൻ ഭയപ്പെടാൻ തക്കവണ്ണം സങ്കീർണമായ ഒരു ജനക്കൂട്ടൊരു സാഹചര്യം. പട്ടാളത്തെ വിട്ട് ഭടന്മാരെ വിട്ട് പൗലോസിനെ ഇടയിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനത്തെ ആ പീഡം. അന്ന് രാത്രി തറവറയിൽ പൗലോസിലേക്ക് ഇരിക്കുകയാണ്. പകല് നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹത്തെ മനസ്സിനെ ബാധിച്ചിരിക്കണം. എങ്കിലും പ്രിയ സഹോദരങ്ങളെ, ശ്ലീഹ പ്രാർത്ഥിക്കുന്നു. ശ്ലീഹ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിലായിരിക്കുകയാണ്. അങ്ങനെ അവരിയ്ക്കുമ്പോൾ എന്താണ് ദൈവം ചെയ്തത്? അതാണ് 11-ാമത്തെ തിരുലിഖിതം. അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ജെറുസലേമിൽ എന്നെ കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമായിലും സാക്ഷ്യം നൽകാൻ നീ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടുത്ത വേദനയിൽ ദൈവത്തെ തേടുമ്പോൾ ദൈവം വന്ന് ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ശ്ലീഹായിക്കുണ്ടായി. ആദിമസഭയിലെ വിശ്വാസികൾ സമൂഹത്തെ ദൈവം ശക്തിപ്പെടുത്തിയ സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം. പത്രോസും യോഹന്നാനും അങ്ങനെ വളരെ ശക്തമായി സുവിശേഷം പ്രസംഗിച്ചു. അവർ അങ്ങനെ ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവരെ ആ സമൂഹം, അവരെ ന്യായാധിപന്മാർ അവരെ വിചാരണ ചെയ്തു. ഇനി മേലെ ഇത് മിണ്ടിപ്പോണെന്ന് പറഞ്ഞ് കർശനമായി താക്കീത്, ഭീഷണിപ്പെടുത്തി അവരെ വിട്ടയച്ച്. അതിനുശേഷം ഈ സ്ലീഹന്മാർ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ആ സമൂഹം എന്താണ് ചെയ്തത് എന്ന് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവർ മോചിതരായി സ്വസമൂഹത്തിലെത്തി. പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവർ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥാ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അതിലെ സകലത്തിന്റെയും സൃഷ്ടാവേ. ഇങ്ങനെ അവർ ജീവിക്കുന്ന ദൈവത്തെ അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ അനന്തരഫലം എന്താ? ആ പാരഗ്രാഫിന്റെ അവസാനം 23-ാമത്തെ വാക്യം മുതൽ തുടങ്ങി അത് 31-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ കാണുന്ന എങ്ങനെയാണ്? പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം
ധൈര്യപൂർവം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, ഒരു സമൂഹം ഭയത്തിന് അടിമയാകുന്ന അല്ലെങ്കിൽ വളരെ പ്രതികൂലത്തിൽ കടന്നു പോകുന്ന സാഹചര്യം വന്നപ്പോ അവർ ഒരുമിച്ച് ശക്തിയോടെ പ്രാർത്ഥിച്ച് ഭയങ്കരമായ ഒരു പരിശുദ്ധാത്മാഭിഷേകം, വീണ്ടും ഒരു പെന്തക്കോസ്ത് അനുഭവം നൽകി ആ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. യോസേപ്പ് പിതാവിന്റെ ജീവിതത്തിലും ഇതേപോലെ ഒരു സങ്കീർണ സാഹചര്യത്തിൽ ദൈവദൂതൻ വന്ന് ശക്തിപ്പെടുത്തുന്ന രംഗം ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലേ? ഈ നിമിഷങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഠിന വേദനയുടെ നിമിഷങ്ങളിൽ ദൈവത്തെ തേടുക, ഇതാണ് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്ന വഴി. എല്ലാവരും കരങ്ങൾ ഉയർത്തുന്നു, ഉറക്കെ സ്തുതിക്കുകയാണ്. നിരാശ വിട്ടുപോകട്ടെ, എല്ലാ ബലഹീന ചിന്തകളും വിട്ടുപോകട്ടെ, ദൈവത്തിന്റെ ശക്തിയും ധൈര്യവും നിറയട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ നിറയണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, ശക്തി കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ ഭയങ്ങളും മാറട്ടെ, എല്ലാ ടെൻഷനും മാറട്ടെ, എല്ലാ ഉപദ്രവങ്ങളും വിട്ടുപോകട്ടെ, എല്ലാ ജീവിത സാഹചര്യവും ദൈവത്തെ തേടാനുള്ള കൃപ നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, ആരാധന, ആരാധന. ദൈവമേ, അഭിഷേകം ചെയ്യണമേ. വീണ്ടും വീണ്ടും കഠിന വേദനയിൽ പുതിയ പെന്തക്കോസ്ത് അനുഭവം നൽകണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. വിലാപത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 57-ാം തിരുലിഖിതം, ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 34-ാം അധ്യായം 5-ാം വാക്യം, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. മറക്കാത്ത നാഥാ, നിന്നെ ഞാൻ എത്ര വേഗം മറക്കുന്നു. മാറാതെ മനസ്സിൽ നിറയുന്ന നിൻ രൂപം ഞാൻ എത്ര വേഗം മായ്ച്ചു. ഓ, ഞാൻ എത്ര വേഗം മറന്നു. മറക്കാത്ത നാഥാ, നിന്നെ ഞാൻ എത്ര വേഗം മറക്കുന്നു. മാറാതെ മനസ്സിൽ നിറയുന്ന നിൻ രൂപം ഞാൻ എത്ര വേഗം മായ്ച്ചു. ഓ, ഞാൻ എത്ര വേഗം മറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ജീവിതത്തിൽ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന അനുഭവമുള്ളവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയം തുറക്കുക. ദൈവമേ, എൻ്റെ ഈ കഠിന വേദനയിൽ വരണമേ. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 52 മുതലുള്ള വാക്യങ്ങൾ, പ്രവാഹം എന്നെ വലയം ചെയ്തു, അകാരണമായ എൻ്റെ ശത്രുക്കളായവർ പക്ഷിയെ എന്ന പോലെ എന്നെ വേട്ടയാടി. അങ്ങനെ കഠിന വേദനയിലാണ്, അയ്യോ ഞാൻ നശിച്ചേ എന്ന് പറഞ്ഞ് ദേവദാസൻ നിലവിളിക്കുന്നത്. ദൈവം വേഗം അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു
രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഓരോരുത്തരും ജീവിതാനുഭവങ്ങൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ കരുണ തോന്നണമേ, യേശുവേ ഈ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവേ. ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ. ജീവിതത്തിലെ കഠിനമായ ദുഃഖത്തിലിരിക്കുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. വലിയ രോഗാവസ്ഥയിരിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. യേശുവേ ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. മറക്കാത്ത നാഥ നിന്നെ ഞാൻ എത്ര വേഗം മറക്കുന്നു. മാറാതെ മനസ്സിൽ നിറയുന്ന നിൻ രൂപം ഞാൻ എത്ര വേഗം മായ്ച്ചു. ഓ